ദക്ഷിണ കന്നഡയിൽ ഒരുപക്ഷെ പറഞ്ഞാൽ നമ്മുടെ മൂക്കിൻ്റെ താഴത്ത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന നമ്മുടെ മസ്തിഷ്കത്തിനൊക്കെ അത്രമേൽ ഷോക്ക് തന്ന, അതല്ലെങ്കിൽ നിശ്ചലമാക്കുന്ന രീതിയിലുള്ള ഒരു കൊലപാതകത്തിൻ്റെ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടത് അല്ലേ? ഇത് നമ്മുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ അല്ലേ? അഫാന് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? വെഞ്ഞാറമൂട് വയോധികയടക്കം തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞനുജനയടക്കം കൊലക്കത്തിക്ക് ഇരയാക്കിയ ഒരു അഫാനെ കുറിച്ചിട്ട് ഞാൻ ചോദിക്കുന്നത്, എവിടെ നിന്നാണ് ഈ ധൈര്യം ഇവർക്ക് കിട്ടുന്നത് എന്നുള്ളതാണ്. തീർത്ത് പറയേണ്ട ഒരേ ഒരു കാര്യം, അവരുടെ കൂട്ടുകെട്ടാണ് അവരെ ഒരു 90% അവരെ ഇത്തരത്തിലുള്ള ഡ്രഗ്സിൻ്റെ അടിമയിലേക്ക്, അതല്ലെങ്കിൽ ക്രൂവൽ മെൻറ്റാലിറ്റിയിലേക്ക് അവരെ തള്ളിവിടുന്നത് എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു നിയമ വിദ്യാർത്ഥിയായി ഇറങ്ങേണ്ട ഒരു മുത്തുപോലത്തെ ഒരു മകൾ അല്ലേ, ഒരു ബസ് സ്റ്റാൻഡിൽ വെച്ച് നമ്മുടെ മൂക്കിൻ്റെ താഴത്ത് മൃഗീയമായി കൊലപാതകത്തിന് ഇരയായി പോകുന്നു. ആ അച്ഛൻ്റെ, അമ്മയുടെ ഇത്ര വർഷം അവർ പോറ്റിയതിൻ്റെ ഈ ജീവിതത്തിൽ ആ സങ്കടം അവർക്ക് മാറുമോ? ഇല്ല. പക്ഷേ ഇത് ചെയ്യുന്നതിന് അവർക്ക് എവിടുന്നാണ് ധൈര്യം കിട്ടുന്നത്? നമ്മൾ അവസാനമായി എത്തുന്ന ഒരു ഉത്തരമുണ്ട്, അവർ ഡ്രഗ്സിന് അടിമപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് നമ്മുടെ കൂട്ടുകെട്ടിൻ്റെ ഭാഗമാണ്. ഒരു പാരൻ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾ അവൻ എവിടെയൊക്കെ പോകുന്നു, അവൻ ആരെയൊക്കെ കാണുന്നു, അവൻ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് ഈ കാലം വരെ നിങ്ങൾ നിങ്ങളുടെ മക്കളെക്കുറിച്ചിട്ട് അന്വേഷിച്ചിട്ടുണ്ടോ? അറിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ അറിയാത്ത ഒത്തിരി രക്ഷിതാക്കൾ നമ്മുടെ ചുറ്റുമുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ആ കുട്ടി ഏകദേശം മാസങ്ങൾ കൊണ്ട് നിയമ വിദ്യാർത്ഥിയാവാൻ പോവുകയാണ്. പക്ഷേ അതിനിടയിൽ കുറച്ച് മാസങ്ങൾക്കോ വർഷങ്ങൾക്കോ മുമ്പ് കണ്ടെത്തിയ ഒരു അയൽവാസിയായിട്ടുള്ള ഒരു വ്യക്തിയുമായിട്ടുള്ളൊരു പ്രണയബന്ധം, അവരുടെ ബന്ധം ദൃഢമാകുന്നു. തെറ്റ് പറയാൻ നമുക്ക് പറ്റില്ല, തെറ്റ് പറയാനോ ചോദിക്കാനോ നമുക്ക് പറ്റില്ല. ബന്ധം ദൃഢമാകുന്നു. ദൃഢമായി മുമ്പോട്ട് പോകുമ്പോഴാണ് ഒരു ദിവസം അവരറിയുന്നത്, താൻ ജീവന് തുല്യം സ്നേഹിച്ച തൻ്റെ പ്രിയപ്പെട്ട കാമുകൻ 2 കുട്ടികളുടെയും ഒരു ഭാര്യയും ഉള്ള വ്യക്തിയാണ് എന്ന്. പക്ഷേ ആ കുട്ടി കൈവിട്ടില്ല. ആ കുട്ടി അതിൽ നിന്നെല്ലാം റിക്കവർ ചെയ്യാൻ വേണ്ടി പതിയെ അവർ ആ ബന്ധത്തിൽ നിന്ന് മോചിതയാവാൻ നോക്കുമ്പോഴാണ് ആ കാമുകൻ്റെ സുഹൃത്ത് വന്ന് ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ വെച്ച് മൃഗീയമായി കൊലപ്പെടുത്തുന്നത്. എവിടെ നിന്നാണ് ഈ ധൈര്യം കിട്ടിയിട്ടുള്ളത്? ഞാൻ വീണ്ടും ചോദിക്കുകയാണ്. നമ്മുടെ ചുറ്റുവട്ടത്ത്, നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഓടിന് കീഴെ, നമ്മുടെ റൂഫിന് കീഴെ വളരുന്ന കുട്ടികൾ, അവർ എങ്ങോട്ട് പോകുന്നു, അവർ എന്തൊക്കെ ചെയ്യുന്നു, അവർ ആരൊക്കെയാണ് അവരുടെ കൂട്ടുകാർ എന്നുള്ളത് നിങ്ങൾക്കറിയോ? ഇല്ലെങ്കിൽ വലിയൊരു ദുരന്തം നമ്മളെ കാത്തിരിക്കുന്നുണ്ട്, വലിയൊരു പ്രശ്നം നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ആ കുട്ടികളെ നമ്മൾ മനസ്സിലാക്കണം. അവർക്ക് വേണ്ട ബാലപാഠങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതറിയില്ലെങ്കിൽ അത് നമ്മൾ പഠിക്കേണ്ടതാണ് എന്ന ബോധ്യവും നമുക്കുണ്ടാവണം. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നമുക്കൊന്നിരിക്കാം. ഒരു മണിക്കൂർ ഒരു ഫ്രീ വെബിനാർ ഞാൻ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ താല്പര്യമുള്ളവരാണ് എങ്കിൽ, ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ളവരാണ് എങ്കിലും, ഇതാ ഈ താഴെ കാണുന്ന ഈ ഒരു വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക.